വയനാട്ടിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ 3 പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടതിന് പിന്നാലെ അടച്ചിട്ട ഇക്കോ ടൂറിസം കേന്ദ്രങ്ങൾ ഘട്ടം ഘട്ടമായി തുറക്കും. ടൂറിസം മേഖലയെ നടപടി കാര്യമായി ബാധിച്ചിട്ടുണ്ട് എന്നാണ് വിലയിരുത്തൽ. ജില്ലാതല സമിതിയുടെ അവലോകന യോഗത്തിന് ശേഷം മന്ത്രി എ.കെ. ശശീന്ദ്രനാണ് ഇക്കാര്യം അറിയിച്ചത്. കുറുവ ദ്വീപിൽ വനം വകുപ്പിലെ താൽക്കാലിക വാച്ചറായിരുന്ന പാക്കം സ്വദേശി പോളിന്റെ മരണത്തിന് പിന്നാലെയാണ് ജില്ലയിലെ ഇക്കോ ടൂറിസം കേന്ദ്രങ്ങൾ അടച്ചിടാൻ വനം വകുപ്പ് തീരുമാനിച്ചത്. ഇതിനു പിന്നാലെ ഹൈക്കോടതി ഉത്തരവും വന്നു. വയനാടിന്റെ ടൂറിസം മേഖലയെ ഈ നടപടി സാരമായി ബാധിച്ചു. ഇന്നലെ ചേർന്ന ജില്ലാതല സമിതി അവലോകന യോഗം വിഷയം ചർച്ച ചെയ്തു. ഘട്ടം ഘട്ടമായി ഇക്കോ ടൂറിസം കേന്ദ്രങ്ങൾ തുറക്കാനാണ് തീരുമാനം. സാഹചര്യങ്ങൾ നോക്കി പടിപടിയായി നിയന്ത്രണ വിധേയമായി സന്ദർശകരെ അനുവദിക്കാൻ കഴിയുമെന്ന് പരിശോധിക്കാൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. ഹോട്ട്സ്പോട്ടുകൾ ആദ്യം തന്നെ പറ്റില്ല, ഒറ്റയടിക്കെല്ലാം തുറക്കാനും പറ്റില്ല. എന്നാൽ പതുക്കെ പതുക്കെ സാധാരണ ജീവിതത്തിലേക്ക് നമ്മുടെ നാട്ടിൽ പാവപ്പെട്ട തൊഴിലാളികൾക്ക് ജോലി ചെയ്ത് ജീവിക്കാനുള്ള സാഹചര്യം പടിപടിയായി ഒരുക്കേണ്ടതുണ്ട്. കഴിഞ്ഞ ദിവസം ചേർന്ന ജില്ലാതല സമിതി അവലോകന യോഗത്തിൽ ബന്ദിപ്പൂരിലെ മന്ത്രിതല യോഗവും ചർച്ചയായി. തെരഞ്ഞെടുപ്പിന് ശേഷം ഇതിന്റെ തുടർ യോഗങ്ങളുണ്ടാകും. കേരളം ആതിഥ്യം വഹിക്കുമെന്നും മന്ത്രി എ.കെ. ശശീന്ദ്രൻ പറഞ്ഞു. 24 വയനാട്.